രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും തീർത്ഥാടനത്തിലാണോ? നല്ല സന്തോഷമുണ്ടല്ലേ നമുക്ക് തീർത്ഥാടനം എന്നൊക്കെ പറയുമ്പോൾ. എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ആ ലോക്ക്ഡൗൺ കാലം നമ്മളെ കുറേ നാളം വലിച്ചു അല്ലേ. കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സാരമില്ല, ഈശോ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും, അവസരങ്ങളും തരും. എന്നാ നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഈശോയെ മാത്രം മനസ്സിലേക്ക് ധ്യാനിക്കണേ. ഈശോയുടെ തിരുമുഖം മാത്രം മനസ്സിൽ കൊണ്ടുവരാം. കാരുണ്യവാനായ ഈശോയെ, ഈ ലോകത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് ഈ ശരീരവും തന്ന് അങ്ങയുടെ ആത്മാവിനെ നിക്ഷേപിച്ച്. ഞങ്ങൾ ഈ ലോക ജീവിതത്തിന് ശേഷം അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചു വരേണ്ടവരുമാണ്. ആ വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. സ്വർഗത്തെ സ്വപ്നം കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എവിടം വരെ എത്തി നമ്മൾ? 10ാമത്തെ പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗം, തീർത്ഥാടനം ചെയ്യുന്ന സഭ. നമ്മളെവിടെ പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ആക്ടിവിറ്റിയൊക്കെ ചെയ്തോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം 40-ാം വാക്യം പഠിച്ചെല്ലാവരും കേൾപ്പിച്ചോ? എൻ്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത് നന്മ ചെയ്യാനുള്ളൊരു പ്രചോദനം. നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും, നമ്മൾ ഒരിക്കൽ സാവൂളിനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്തിനാ നീ എന്നെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അത് എന്ത് സഭയെ ചെയ്താലും അത് ഈശോയ്ക്ക്, മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും അതും ഈശോയ്ക്ക്. അപ്പം അതുകൊണ്ട് നന്മ ചെയ്ത് സ്വർഗത്തിലെത്തണം എന്നൊരു പ്രതീക്ഷ, ഒരു ചിന്ത, ഒരു താല്പര്യം നമുക്കുണ്ടാവണം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾക്ക് വരണം. നമ്മൾ പ്രത്യേകിച്ച് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. അതായത് നമുക്ക് മരണം, നമ്മളെന്തായാലും പറഞ്ഞു, മരണം ഉറപ്പാണ്. ജനിച്ചാൽ മരിക്കണം. മരിക്കാത്തവരാരുമില്ല. ഈശോ പോലും മരിച്ചു. പിന്നെ ഇപ്പം നമ്മൾ ബാക്കി മനുഷ്യരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് മരിക്കണം. മരിക്കുന്നത് സന്തോഷത്തോടെ മരിക്കും. ഇനി മരിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കാണാൻ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്കുള്ള ഓപ്ഷൻസ് 3. സാധാരണ ഇങ്ങനെ എന്താ പറയുക, പൊതുവിലുള്ള ക്യൂസ് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുന്ന പോലെ ഓപ്ഷൻസ് നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഏതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷൻ? സ്വർഗം. പിന്നുള്ളത് ശുദ്ധീകരണ സ്ഥലം. മറ്റൊന്ന് നരകം. നമുക്ക് അധികം പറയണ്ട സാധനം, വേണ്ട നമുക്ക്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു മക്കൾക്കും ഉള്ള സ്ഥലമല്ല നരകം. ഇനി ശുദ്ധീകരണ സ്ഥലം, അതും വേണ്ട, സാധ്യമാകുന്നിടത്തോളം വേണ്ട. നമുക്ക് പരിശ്രമിക്കാം. പിന്നെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയാൽ ഈശോനെ കാണാതെ, ഈശോയുടെ തിരുമുഖം കാണാതെ കുറച്ച് നാളിരിക്കേണ്ടി വരും. ആ ഒരു സമയത്തിനെ പറയുന്ന പേരാണ്, നിങ്ങളൊരു റൂമിൽ ഇരുട്ടറയിലിട്ട് അടച്ചു വെച്ചു, പപ്പ അപ്പുറത്ത് നിൽപ്പുണ്ട്, പപ്പനെ കാണാൻ പറ്റുന്നില്ല, അല്ലെ ഇരുട്ടാണ്, പപ്പ വന്ന് നിൽക്കുന്നുണ്ട്, മോനെ ഞാനിവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല, കൊച്ചിന് പേടിയായി. ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്നത് ദൈവത്തെ കാണാൻ പറ്റാത്ത ആ ഒരു ശുദ്ധീകരണം നടക്കാൻ. സ്വർഗം, ദൈവത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി കാത്തിരുന്ന് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അവസ്ഥ. 2 കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന പിതാവായ ദൈവം, തൊട്ടടുത്ത് ഈശോ, മാതാവ്, സകല വിശുദ്ധരും. നമ്മുടെ വീടുകളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും ഉണ്ടാവും. അതിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങൾക്ക് എളുപ്പം എന്താണെന്നറിയോ? ഒരു ഹി വിൽ കം അഗെയിൻ എന്ന് പറയുന്ന 16 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയുണ്ട്. എല്ലാവരും അതൊന്ന് കാണണം. ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റിയും കൂടെ അതാണ്. സിനിമ കാണാമെന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണല്ലോ അല്ലേ? എന്തിനാ ചോദിച്ചാൽ നമുക്കൊരു ബോധ്യം വരാൻ, ഒരു ചിന്ത വരാൻ. ഈ ലോക ജീവിതം കടന്നു പോകും, ഈ ലോകത്തിൽ ചെയ്യുന്ന നന്മകളേ ഉള്ളൂ. നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മത്തിൽ ഇത് കൃത്യമായി പാടുന്നുണ്ട്. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ബാക്കിയെല്ലാം നമ്മളെ വിട്ടുപോകും. ഈ സൽകൃത്യങ്ങൾ നമ്മുടെ പെട്ടിയിൽ നമ്മുടെ കൂടെ പോരും, നമ്മുടെ ആത്മാവിൻ്റെ വസ്ത്രമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. അതിലേക്കാണ് നമ്മൾ. അപ്പോൾ ഹി വിൽ കം അഗെയിൻ ഒന്ന് എഴുതി വെച്ച നോട്ട്ബുക്കിൽ ഇന്ന് തന്നെ അത് കാണണേ. സിനിമ കാണാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഈശോയുടെ വരവും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം. ഹി വിൽ കം അഗെയിൻ. ശ്രദ്ധിക്കണം, ചെയ്യണം. 16 മിനിറ്റേ ഉള്ളൂ. ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്
അന്ത്യവിധിയും മഹത്വീകരണവും. അതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം. അന്ത്യവിധിയെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. തനത് വിധിയും അന്ത്യവിധിയും നടക്കുന്നുണ്ട്. അപ്പം അന്ത്യവിധി മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും വിവരിച്ചിരിക്കുന്നത്, അന്ത്യവിധി. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട അതിന് പറ്റിയ വചനമാണ് ഒരെണ്ണം. അപ്പം മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ തൻ്റെ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി വരും. ഇതാണ് ഹി വിൽ കമ്മൈ. എന്നതായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ. ആ ഒരൊറ്റ ഫിലിം കണ്ടാൽ മതി. മഹത്വപൂർണനായി അത് ജീവിച്ചിരിക്കുന്നവരുണ്ട് അവിടെ. ആ ഫിലിമിൽ കാണാം, മരിച്ചുപോയവരുണ്ട്. കല്ലറകൾ തുറക്കുന്നു. ശരീരത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അസ്ഥികളിലൊക്കെ മാംസവും ഞരമ്പുമെല്ലാം വന്നു ചേരുന്നു. യഥാർത്ഥ മനുഷ്യരൂപം പ്രാപിക്കുന്നു. ദൈവത്തിന് യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. കാണണം നിങ്ങളത്. അതിനുശേഷം ഓരോരുത്തരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിച്ചുവിടുന്ന ഒരു ഭാഗമുണ്ട്. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം മക്കളെ, സ്വർഗം നമുക്ക് കിട്ടണം നിർബന്ധമായിട്ട്, അല്ലേ? നേടണം നമുക്ക് കേട്ടോ. സ്വർഗത്തിൽ നമുക്ക് എത്തണം, ഇല്ലാണ്ട് പറ്റില്ല. അടുത്തതിലേക്ക് നമുക്ക് നരകം. ഞാൻ അധികം പറയുന്നില്ല അതിനെക്കുറിച്ച്, നമുക്ക് പഠിക്കേണ്ട. പക്ഷെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് കൂടെ ഞാൻ പറയുകയാണ്. എന്താണ് ഈ നരകം? അതായത് മാരക പാപത്തിൽ വീണിട്ട് അവസാന നിമിഷം പോലും പശ്ചാത്തപിക്കാത്തൊരു വ്യക്തിയുടെ ആത്മാവ് ചെന്ന് പതിക്കുന്ന സ്ഥലമാണ് നരകം. ഈശോ കരയുന്ന നിമിഷങ്ങളാണ്. ആത്മാവ് നഷ്ടപ്പെട്ട ഈശോ കൊടുത്ത ആത്മാവ് ഈശോയിൽ നിന്ന് പിശാച് പിടിച്ചു പറിച്ചുകൊണ്ട് പോയാൽ ഈശോയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ നമ്മൾ മരണം മൂലം നമ്മൾ കരയുമ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരാത്മാവ് നഷ്ടപ്പെട്ട ഈശോ കരയും. അതുകൊണ്ട് ഈശോയെ കരയിപ്പിക്കരുത്. ഇതിനുള്ള ഒരു ഉദാഹരണമുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ, ഫ്രാൻസീനി എന്ന കൊലപാതകി തൂക്കുമരത്തിലേക്ക് നീക്കപ്പെടുകയാണ്. ഇപ്പോൾ പേപ്പറിൽ ന്യൂസ് വായിച്ചപ്പോൾ തുടങ്ങി വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫ്രാൻസീനിക്ക് അവസാന നിമിഷത്തിലെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടാൻ, ഈശോയെ നിന്നെ ഒന്ന് വിളിക്കാൻ ഒരു കൃപ കൊടുക്കണമെന്ന് ഈ കൊച്ചുകുട്ടി വിശുദ്ധ കൊച്ചു ത്രേസ്യ കുഞ്ഞായിരിക്കും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം എന്നോണം തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഫ്രാൻസീനി ആവശ്യപ്പെട്ടു ഒരു ക്രൂശിത രൂപം. ആ ക്രൂശിത രൂപത്തിൽ ചുംബിച്ചിട്ടാണ് ഫ്രാൻസീനി മരിക്കാൻ പോയത്. ഫ്രാൻസീനി ഇനി എങ്ങോട്ടാ പോകുന്നതെന്നാണ് അടുത്ത നമ്മുടെ ചിന്ത. ഫ്രാൻസീനി പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിലേക്കായിരിക്കാം. എന്ന് വെച്ചാൽ ചെയ്തു പോയ പാപങ്ങളുടെ കുറച്ചു കാലത്തൊരു ശുദ്ധീകരണത്തിന് ശേഷം ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇനി ഇത് നമുക്ക് വിധിക്കാൻ പാടില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും സ്വർഗത്തിലേക്ക് ഈശോ ആ ഫ്രാൻസീനയുടെ മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ച് ഈശോ കൊണ്ടുപോയി. അതാണ് നല്ല കള്ളന് സംഭവിച്ചത്. നീ ഇന്നോട് കൂടി പറുദീസായിലായിരിക്കും. നമുക്ക് വിധിക്കാൻ പറ്റില്ല. അപ്പം നരകം നമുക്ക് വേണ്ട. അപ്പം നിത്യശിക്ഷയാണ്. സ്വർഗവും നരകവും നിത്യമാണ്. ശുദ്ധീകരണ സ്ഥലം നിത്യമല്ല, ശാശ്വതമല്ല. അത് ഒരു ശുദ്ധീകരണം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാം. കുറച്ചും കൂടി ഭേദമാണ്. ഈ നരകത്തെ കഴിഞ്ഞൊക്കെ ഭേദമാണ് ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു വാക്കുണ്ട് സുറി. നമ്മൾ ഗ്രീക്കിൽ പഠിച്ചു, ഹീബ്രുവിലൊക്കെ പഠിച്ചില്ലേ. വേറൊരു ഭാഷയാണ് സുറിയാനി. നമ്മുടെ നാട്ടിൽ സ്വന്തം ഭാഷയാണ് സുറിയാനി. സുറിയാനിയിൽ ശുദ്ധീകരണ സ്ഥലത്തിന് പറയുന്ന ആ വാക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേ. നോട്ട്ബുക്ക് എടുക്കണേ, ഒന്ന് എഴുതിക്കും മക്കളെ എല്ലാവരും. ബേസ് പുർക്കാന. അതെന്തൊരു ഭാഷയല്ലേ, ബേസ് പുർക്കാന. എഴുതി വെച്ചോ. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പേരാണ്. അതിൻ്റെ അർത്ഥത്തിനാണ് രസം. അതായത് രക്ഷയുടെ ഭവനം. രക്ഷിക്കപ്പെടുന്നവർ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നാളത്തെ ഒരു അനുഭവമാണ്. അതിൻ്റെ പേരാണ് രക്ഷയുടെ ഭവനം. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ. രക്ഷപ്പെടും എന്തായാലും. അപ്പോൾ രക്ഷയുടെ ഭവനം, അതാണ് ശുദ്ധീകരണം. ഇനി നമ്മുടെ പള്ളികളിലൊക്കെ ഒപ്പീസ് ചെല്ലുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ട്. ഇതൊക്കെ എന്തിനാ? ദാനധർമ്മം ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ ആതുരാലയങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ വീട്ടിലുള്ള അപ്പാപ്പൻ്റെ അല്ലെങ്കിൽ വല്യപ്പച്ചൻ്റെ മരണത്തിൻ്റെ ആ ഒരു ഓർമ്മ ദിനത്തിൽ പോയിട്ട് എന്തെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, പൈസ കൊടുക്കാറൊക്കെ ഉണ്ട്. എന്തിനാണ്? മരണത്തോടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, മരണത്തോടെ ഈ ലോകത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ആത്മാവിൽ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ വേണം അവരുടെ പ്രാർത്ഥന കൊണ്ട് ദാനധർമ്മം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാൻ. മരിച്ചു പോയവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായം ഇതാണ് പ്രാർത്ഥന. അപ്പം അത് നമ്മൾ ചെയ്ത് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള അവരുടെ ആ ഒരു സമയം കുറഞ്ഞു കിട്ടും. നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്, അങ്ങനെ പറയാൻ എളുപ്പം, കാരണം പല സ്ഥലത്തും പല ഭാഷകൾ ഉപയോഗിക്കും. ഗ്രാൻഡ് പാരൻസ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അവരെ എത്രയും വേഗം
ഈശോയുടെ തിരുമുഖം അവർക്ക് കാണാൻ ഭാഗ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പേജ് നമ്പർ 65 എടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രാർത്ഥന, ദാനധർമ്മം, പ്രാർത്ഥനയിൽ പ്രത്യേകിച്ചും വിശുദ്ധ കുർബാന, ദാനധർമ്മം, പരിഹാര പ്രവർത്തികൾ എന്നിവ വഴി നമ്മൾ അവരെ സഹായിക്കണം, ചെയ്യണം. വിശുദ്ധ കുർബാനയിലൊക്കെ മിക്കവാറും മരിച്ചവരുടെ കുർബാന, ഒപ്പീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ കാണാം. അതിൽ നമ്മൾ സംബന്ധിച്ച് ലോകത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാവർക്കും വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ചെയ്യിപ്പിക്കുന്ന കണ്ടിട്ട് ഞങ്ങളൊക്കെ സന്യാസ മഠത്തിൽ ചെയ്യിപ്പിക്കാറുണ്ട്. ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അനാഥ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയ്ക്കല്ല, നമ്മളതിനുള്ള കുർബാന ചൊല്ലാനായിട്ട് വികാരിയച്ഛന്മാരോട് പറയാറുണ്ട്. ഇതിനൊക്കെ ഒരുപാട് നമ്മുടെ കടമയാണ് അവരെയും കൂടി രക്ഷിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. എങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ പിൻഗാമികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാമെന്ന് വിചാരിച്ച് തിന്മ ചെയ്യരുത്. നമുക്ക് സ്വർഗത്തിൽ തന്നെ പോകണം, വേണ്ടേ? ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വർഗം. ഈ സ്വർഗം എപ്പോഴും നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ ആദ്യത്തെ രക്തസാക്ഷി സ്റ്റീഫൻ മരിക്കുന്നതിന് മുൻപ് ഒരു ദൃശ്യം കാണുകയാണ്. സ്വർഗം തുറക്കപ്പെട്ടു. നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം അത്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ. നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലുമൊക്കെ മരിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ, മരണാസന്നരായി കട്ടിൽ കിടക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരാണെങ്കിൽ അവരവസ്ഥയിൽ അവർക്ക് ചിലർ പറയാറുണ്ട്, ദേ നോക്കിയേ ഈശോ വന്നു, മാതാവ് എന്നെ വന്ന് വിളിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി മാതാവ് എന്നെ വന്ന് വിളിച്ചു, പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ആ സ്വർഗത്തിൻ്റെ നല്ലവരായി ജീവിച്ച്, യേശുവിന് വേണ്ടി ജീവിച്ച്, വിശുദ്ധിയിൽ ജീവിച്ചവർക്കൊക്കെ ഈ സ്വർഗത്തിൻ്റെ ദൃശ്യം അവിടുന്ന് കാണിച്ചു കൊടുക്കും. സ്വർഗത്തെ ലക്ഷ്യമാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച്, സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തോടൊത്തുള്ള ജീവിതമാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക? പേജ് നമ്പർ 66 കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ ഇതുവരെയൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്, 2 വാക്കുകളിലാക്കിയൊന്ന് പറയുകയാണ്. എങ്ങനെയാണ് നമുക്ക് പഠിക്കണം? വിശ്വാസത്തിലും, ചുവന്ന മഷിയിൽ എഴുതിയിരിക്കുന്നില്ലേ, വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ സൽപ്രവർത്തികളിലൂടെ, പ്രധാനപ്പെട്ടത് സൽപ്രവർത്തി, അതിനൊരു പ്രത്യേകതയുണ്ട്, അത് വിശ്വാസത്തിലും സ്നേഹത്തിലുമായിരിക്കണം. ചെയ്യില്ലേ? നമുക്കത് തന്നെ ആ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം. സ്വർഗം മാത്രം സ്വപ്നം കാണണം. ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ബോധ്യമെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും സ്വർഗം, എന്തായാലും മരിക്കും, ഈ ലോകത്ത് ജീവിക്കാം, അപ്പോൾ സ്വർഗത്തിൽ പോകണം. അപ്പം നമ്മുടെ ബോധ്യമായിട്ട് ഒന്ന് നമ്മളുള്ളത് മരണം ഉറപ്പാണ്. അറിഞ്ഞിരിക്കണം നമ്മൾ, മരണം നമുക്ക് ഉറപ്പാണ്, പക്ഷേ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. അപ്പോൾ ബോധ്യം, മരണം ഉറപ്പാണ്, മരണശേഷം വിധിയുമുണ്ട്. ഇനി മരിച്ചവരെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് സഹായിക്കാം. ഈ 3 കാര്യം, മരണം ഉറപ്പാണ്, മരണശേഷം വിധിയുണ്ട്, മരിച്ചവരെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കണം. ബോധ്യം. മനോഭാവം എന്താ? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യം ഉണ്ടാകണം. ശീലം എന്താ? എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യണേ, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈശോയുടെ മുമ്പിൽ ഒന്ന് കണ്ണുകൾ അടച്ചിരുന്ന് അന്ന് വന്നുപോയ തെറ്റുകൾക്ക് വേണ്ടി ഒന്ന് മാപ്പ് ചോദിക്കണം. നന്നങ്ങനെ മരിച്ചു പോയാൽ നമുക്ക് സ്വർഗം കിട്ടണ്ടേ? ചെയ്യണം. അതോടൊപ്പം തന്നെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. ആക്ടിവിറ്റി എന്താ? ആദ്യമേ ഞാൻ പറഞ്ഞു, ഇന്ന് കാണേണ്ടത് ഹി വിൽ കം അഗൈൻ എന്ന സിനിമ. അത് കണ്ടിട്ട് അത് നമ്മുടെ ആ ഒരു ബോധ്യം, നമ്മുടെ ആ ഒരു വിശ്വാസം ആഴപ്പെടുത്തുക. എന്നിട്ട് പേജ് നമ്പർ 66 മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അതാണ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ട പ്രാർത്ഥന. അത് നിങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങളുടെ ടീച്ചറിനെ ചൊല്ലി കേൾപ്പിക്കണം. അതിന് വീഡിയോ അയച്ചു കൊടുക്കണം. ചെയ്യണം കേട്ടോ. അങ്ങനെ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സൽപ്രവൃത്തി ചെയ്ത് നമുക്ക് നീങ്ങാം. ആമേൻ.